എല്ലാവർക്കും നമസ്കാരം. മഹാബലിപുരത്ത് ഇനി നമ്മൾ കാണുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തിനോടടുത്ത് തന്നെയുള്ള ഷോർ ടെമ്പിളാണ്. പാർക്കിങ്ങിൽ നിന്ന് അല്പദൂരം നടന്നു വേണം ഇവിടേക്ക് പോകുവാൻ. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും കല്ലിൽ വിവിധ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കുന്നവരുടെ ഷോപ്പുകളാണ് കാണുന്നത്. ദേവീദേവന്മാരുടെ മനോഹരങ്ങളായ വലിയ ശില്പങ്ങൾ കല്ലിൽ കൊത്തിയുണ്ടാക്കി വച്ചിരിക്കുന്നത് കാണാം. കൂടാതെ ബാഗുകളും കരകൗശല വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന കടകളും ഇടയ്ക്കിടെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. വലിയ ഒരു പ്രദേശം മുഴുവനും പുൽത്തകിടികളാൽ മനോഹരമാക്കിയിരിക്കുകയാണ്. നടപ്പാതകളിൽ വളരെ ഭംഗിയായി ടൈൽ വിരിച്ചിട്ടുമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ദൂരെയായി ഷോർ ടെമ്പിൾ കാണുന്നുണ്ട്. പഞ്ചരഥ ക്ഷേത്രങ്ങൾ പോലെ ഇതും തറനിരപ്പിൽ നിന്ന് അല്പം താഴ്ത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉയരം കുറഞ്ഞ ഒരു ക്ഷേത്രം പോലെയാണ് ദൂരത്തുനിന്ന് നമുക്ക് തോന്നുന്നത്. മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന പുൽത്തകടിയിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാവൽക്കാർ വിലക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ഫോട്ടോകളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. നമ്മുടെ ഗൈഡ് വളരെ വിശദമായിട്ട് ഷോർ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. AD 630-668 കാലഘട്ടത്തിൽ മാമല്ലപുരത്തെ പല്ലവ രാജവംശത്തിലെ നരസിംഹവർമ്മൻ രണ്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇത്. ഇക്കാലത്ത് ഈ പ്രദേശം വളരെ തിരക്കേറിയ ഒരു തുറമുഖമായിരുന്നു എന്ന് കരുതുന്നുണ്ട്. പിൽക്കാലത്ത് മാർക്കോ പോളോയും അദ്ദേഹത്തിന് ശേഷം ഇവിടെ എത്തിയ യൂറോപ്യൻ വ്യാപാരികളും ഈ സ്ഥലത്ത് 7 പഗോഡകൾ ഉള്ളതായി പറയുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രമൊഴികെ ബാക്കിയുള്ളവ കടലിൽ മുങ്ങിപ്പോയതായി സമീപകാല സംഭവങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. 2004 ഡിസംബറിൽ ഉണ്ടായ സുനാമിക്ക് മുൻപ് കടൽ ഉൾവലിഞ്ഞ സമയത്ത് തീരത്തോട് ചേർന്ന് മറ്റ് ക്ഷേത്രങ്ങളുടെ നഷ്ടാവശിഷ്ടങ്ങൾ കണ്ടതായിട്ടാണ് പറയുന്നത്. സുനാമി തിര ക്ഷേത്രത്തെയും ചുറ്റുമുള്ള ഉദ്യാനത്തെയും വെള്ളത്തിൽ മുക്കിയെങ്കിലും അധികം താമസിയാതെ വെള്ളം ഇറങ്ങിയതിനാലും ക്ഷേത്രത്തിൻ്റെ അടിത്തറ കട്ടിയുള്ള ഗ്രാനൈറ്റ് പാറയിലായതിനാലും സുനാമി സൃഷ്ടിച്ച തിരമാലകളെ അതിന് താങ്ങുവാൻ കഴിഞ്ഞു. അതിനാൽ ഈ സുനാമിയിൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്ത് സാമാന്യം വലിപ്പമുള്ള ഒരു ഗ്രൗണ്ടിൽ ചുറ്റും പടികളോടുകൂടിയ ദീർഘവൃത്താകൃതിയുള്ള ഒരു കുളം കാണാം. ഇതിനുള്ളിൽ ഒരു ചെറിയ ശ്രീകോവിലും ഒരു വശത്തായി ഒരു വരാഹ രൂപവും കാണാവുന്നതാണ്. ഇത് അക്കാലത്തെ ഒരു ജലസംഭരണിയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശദമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ സമുച്ചയത്തിൽ 3 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. കിഴക്കോട്ട് ദർശനമുള്ള പ്രധാന ക്ഷേത്രം 5 നിലകളുള്ളതും കൊത്തുപണികളുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമാണ്. ഇതിൻ്റെ പിരമിഡൽ ഘടന 60 അടി ഉയരമുള്ളതും 50 അടി ചതുരശ്ര പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്നതുമാണ്. ഈ പ്രധാന ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ശ്രീകോവിലിൽ സാമാന്യം വലിപ്പമുള്ള ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട്. ഈ ശിവലിംഗ പ്രതിഷ്ഠയുടെ മുകൾ ഭാഗത്ത് കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ചുമരുകളിൽ വിവിധ തരം കൊത്തുപണികളും മറ്റും നമുക്ക് കാണാവുന്നതാണ്. കാലത്തെ അതിജീവിച്ചിട്ടുള്ള ഇവ ഇപ്പോഴും വളരെ മനോഹരങ്ങളുമാണ്. ക്ഷേത്രത്തിൻ്റെ മറുഭാഗത്തായി ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു സിംഹരൂപം ഉണ്ട്. ഇതിൻ്റെ ഉടലിൽ ചതുരാകൃതിയിലുള്ള ഒരു ദ്വാരവും കാണാം. മഹിഷാസുരമർദിനിയായ ദുർഗയുടെ ഒരു ചെറിയ പ്രതിമയും സിംഹരൂപത്തിലുണ്ട്. ഇവിടെ നിന്നും അല്പം താഴേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ദീർഘചതുരാകൃതിയുള്ള ഒരു കൽ ടാങ്കും കാണുന്നുണ്ട്. സഞ്ചാരികൾ ഇവിടെയെല്ലാം നിന്ന് വിവിധ പോസുകളിൽ ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദേശ സഞ്ചാരികളെയും ഇവിടെ കാണാനുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിൽ നിന്ന് ഞങ്ങളും വിവിധ പോസുകളിൽ ഫോട്ടോകൾ എടുത്തു.
പ്രധാന ക്ഷേത്രത്തിന് പുറകിലായി എതിർദിശയിലേക്ക് അഭിമുഖമായിട്ടാണ് രണ്ടാമത്തെ ക്ഷേത്രം ഉള്ളത്. ഇതും ശിവന് ആണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ കാണുന്നത് ശിവനും പാർവതിയും കാർത്തികേയനും ചേർന്ന ഒരു കലാസൃഷ്ടിയാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും ഇടയിലായി ചെറിയ ഒരു ക്ഷേത്രം അനന്തശയന രൂപത്തിലുള്ള വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള മതിലിൽ നന്ദിയുടെ വിവിധ രൂപങ്ങൾ വച്ചിരിക്കുകയാണ്. ഞാനേതായാലും ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് നന്ദിയുടെ രൂപങ്ങളെല്ലാം ചിത്രീകരിക്കുവാൻ തീരുമാനിച്ചു. കാലങ്ങളോളം ഈ ക്ഷേത്രം കടലിൽ മുങ്ങിപ്പോയിരുന്നതായിട്ടാണ് കരുതുന്നത്. മണലിൽ മറയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും പിന്നീട് ഉത്ഖനനം ചെയ്താണ് പുറത്തെടുത്തത്. 2004 ഡിസംബറിലെ സുനാമിയിൽ ഈ ക്ഷേത്ര സമുച്ചയം ഒരിക്കൽ കൂടി കടലിൽ മുങ്ങിയിരുന്നു. അതിനുശേഷം ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും കടൽഭിത്തി നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ ഉപ്പുകാറ്റ് മൂലം ഗ്രാനൈറ്റ് നിർമ്മിതികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കൊണ്ടിരുന്നു. ഇതിനെ തടയുന്നതിനായി ക്ഷേത്രത്തിന് ചുറ്റും കടൽഭിത്തിക്ക് അടുത്തായി കാറ്റാടി മരങ്ങൾ നട്ട് ബയോ ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ സംരക്ഷണത്തിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിവിധ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. 1400 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഗ്രാനൈറ്റ് നിർമ്മിതികൾ ഇതുപോലെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ തലമുറകൾക്ക് വളരെ അത്യാവശ്യവുമാണ്. ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്ന് കാണുന്ന ബീച്ചിൽ സർഫിങ്ങും മറ്റും നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. മഹാബലിപുരത്തെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.